വെൽക്കം ടു ജാസ് ഫുഡ് ബുക്ക്. നമുക്ക് ഈസി ആയിട്ടുള്ളൊരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 250 ml കപ്പിൽ 1 കപ്പ് ഗ്രീൻ പീസ് ഒരു 6 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കുക്കറിലേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. 4 പച്ചമുളക് കീറിട്ട് കൊടുക്കുക കേട്ടോ. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സവാള വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വീഡിയോയിൽ കട്ടായി പോയിട്ടാണ് ഇടുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊടികളൊക്കെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരായ്ക ഉണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഹൈ ഫ്ലെയിമിൽ 7 വിസിലും മീഡിയം ഫ്ലെയിമിൽ 1 വിസിലും അടിച്ച് വേവിച്ചെടുക്കുക കേട്ടോ. മൊത്തത്തിൽ 8 വിസിൽ കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഭാഗം ഇങ്ങനെ ഇതേപോലെ അങ്ങനെ തന്നെ ഇട്ടിട്ട് കുറച്ച് ഭാഗം നന്നായിട്ടൊന്ന് കയ്യിൽ വെച്ചൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് ഒരു തണ്ട് വേപ്പിലിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഗ്രീൻ പീസ് കറി നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പൂരിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ, സി യു.